ഡൽഹി 10-11 ബ്ലാസ്റ്റ് റിപ്പോർട്ട്. ബ്രേക്കിംഗ് അപ്ഡേറ്റ് ഫ്രം ഗ്രൗണ്ട് സീറോ. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ മുഹമ്മദ് ദില്ലിയിലെത്തിയത് ഇന്നലെ രാവിലെ 8:04 ബദർപൂർ ടോൾ ബൂത്ത് വഴി കാർ ദില്ലിയിൽ പ്രവേശിച്ചു. രാവിലെ 8:20 കാർ ഓഖ്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പെട്രോൾ പമ്പിൽ എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം 3:19 റെഡ് ഫൂട്ടിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് ഈ കാർ വരുന്നത്. 6:22 പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ പുറത്തേക്ക് പോകുന്നു. 6:52 സ്ഫോടനം നടക്കുന്നു. കാറിൽ ഉമർ ഒറ്റയ്ക്കാണ് സ്ഫോടന സമയത്തുണ്ടായിരുന്നത്. ഉമറിനൊപ്പം വന്ന 2 ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദില്ലിയിൽ തന്നെ ഉണ്ടെന്നുള്ള നിഗമനമാണിപ്പോൾ ലഭിക്കുന്നത്. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, മുഖ്യ സൂത്രധാരൻ ഉമർ കഴിഞ്ഞ ദിവസം ഫരീദാബാദിലുണ്ടായ റെയ്ഡുകൾക്കും അറസ്റ്റുകൾക്കും പിന്നാലെ ബദർപൂർ വഴി ദില്ലിയിലേക്ക് കടക്കുകയായിരുന്നു എന്നതല്ലേ ഇപ്പോൾ വരുന്ന സ്ഥിരീകരണം? സുജിയ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ മുസാമിൽ, ഷക്കീൽ, അതുപോലെ തന്നെ ഡോക്ടർ ആദിൽ, ഈ 2 പേരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ നിന്ന് 350 കിലോ സ്ഫോടക വസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ് ആണ് പിടിച്ചെടുത്തത്. അതിന് തൊട്ട് പിന്നാലെ ഈ അന്വേഷണം നീളുന്നത് ഭയന്നിട്ടാകാം ഒരുപക്ഷെ ഈ ഉമർ മുഹമ്മദ് എന്ന ഈ മൂന്നാമത്തെയാൾ ഈ ഒരു സ്ഫോടനം നടത്തിയത് എന്നൊരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബദർപൂർ ബോർഡർ വഴിയാണ്, അതിർത്തി വഴിയാണ് ഡൽഹിയിലേക്ക് ഈ ഒരു i20 വെളുത്ത കാർ, ഉമർ മുഹമ്മദ് ഓടിച്ച കാർ ഡൽഹിയിലേക്ക് എത്തിയത്. അപ്പോൾ ആ കാറിനകത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്, ഉമർ മുഹമ്മദ് ഉൾപ്പെടെ. പക്ഷേ ഈ സ്ഫോടനം നടക്കുമ്പോൾ ഉമർ മുഹമ്മദ് മാത്രമാണ് ഉള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ മുഖത്തൊരു കറുത്ത മാസ്ക് ധരിച്ചിരുന്നു. മാസ്ക് ധരിച്ചാണ് ഇദ്ദേഹം വാഹനം ഓടിച്ചിരുന്നത്. അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ CCTV ക്യാമറകൾ ഒക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. 200 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. അപ്പോൾ 2 സാധ്യതകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ 350 കിലോ സ്ഫോടക വസ്തു ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തത് ഉൾപ്പെടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടക്കുന്ന റെയ്ഡുകളിലായി ജമ്മു കാശ്മീരിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, ഉത്തർപ്രദേശിൽ നിന്നും, ഹരിയാനയിൽ നിന്നുമായി 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയും സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ എത്തിച്ചത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ അന്വേഷണം വ്യാപകമാകുന്നതിന്റെ ഒരു സൂചന മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഉമർ മുഹമ്മദ് എന്ന ഈ ഭീകരൻ ഈ വാഹനത്തിൽ സ്ഫോടക വസ്തു നിറച്ചു കൊണ്ടുവന്ന് റെഡ് ഫോർട്ടിന് മുന്നിൽ കൊണ്ടുവന്ന് സ്ഫോടനം നടത്തുകയായിരുന്നു. അപ്പോൾ വലിയൊരു ആൾനാശം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണ നീക്കത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ സ്ഫോടനം നടത്തുന്ന തരത്തിലാണ്, ഒരു സൂയിസൈഡ് അറ്റാക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് പൊതുവെ അന്വേഷണ സംഘം ഇതിനെ വിലയിരുത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. നേരത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചത് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും, അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തും എന്നതാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന കാര്യം അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്.